ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കരുത് നിലത്തിന് മിശിക. ഈ ഭവനത്തിന്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗ്ഗദീപവുമായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പരദേശാവിന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനം ഞങ്ങൾ സ്തുതിക്കുന്ന ഞങ്ങളുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്ക് എത്തിയല്ല. കർത്താവിന്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചവരിച്ച ആവൃത്തകടികളിൽ അവിടെ നിന്നെ മേയ്ക്കും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് എന്നെ നയിക്കും. അവിടെ നിന്റെ കൂടെയുള്ളതിനാൽ മരണത്തിന്റെ താഴ്വരെ കൂടി നടക്കുവാനും ഞാനൊട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെ അങ്ങയുടെ വാസസ്ഥാനമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ് നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന ബോധ്യം ജീവിതക്ലേശങ്ങൾക്ക് പ്രകാശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും എന്നുള്ള മിശിഹായെ, അങ്ങേ വചനം ശ്രവിക്കുവാനും അങ്ങേ തിരുഹിതം നിറവേറ്റുവാനും ഇവരെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ ഇവരെ പ്രാപ്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ, അങ്ങേ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ നിരാകുലരാകുന്നു. വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യകമാണെന്ന് സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിത
ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് അങ്ങയുടെ സ്നേഹത്തിന് അർഹരാകുവാൻ സ്നേഹപിതാവായ ദൈവമേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ സ്നേഹപിതാവായ ദൈവമേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യം, ദയ, വിനയം, ക്ഷമ തുടങ്ങിയ സുഗന്ധങ്ങൾ അഭ്യസിച്ച് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരെ സഹായിക്കുവാനും അയൽക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും സ്നേഹപിതാവായ ദൈവമേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിത ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ അനുകരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങേ പ്രാപിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, യശ്നും ചിന്തിക്കും മക്കൾക്കുമായി നൽകിയ എല്ലാ അനുഗ്രഹത്തിനും പ്രത്യേകിച്ച് ഈ ഭവനത്തെ നന്ദി പറയുന്നു. കർത്താവെ, മനുഷ്യ ജീവിതത്തില് വലിയ സ്വപ്നമാണല്ലോ ഒരു ഭവനം സ്വന്തമായി സ്വീകരിക്കുക എന്നുള്ളത്. ഇന്നിവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഇടയായതിന് ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഇന്നു മുതൽ നിന്റെ തിരുഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ കുടുംബം തിരുക്കുടുംബത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും വളർന്നവരും ഇടയാകട്ടെ. ഇവരുടെ സന്തോഷത്തിൽ പങ്കുപറ്റുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവെ, പ്രത്യേകിച്ച് പുതുതായി നിർമ്മിക്കപ്പെട്ട ഈ ഭവനം പ്രാർത്ഥനയുടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഭവനമായി തീരട്ടെ. എപ്പോഴും ദൈവകൃപ ഈ ഭവനത്തിലുണ്ടാകട്ടെ. വിശുദ്ധ കുരിശിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് വിശുദ്ധ ജലത്താൽ തളിക്കപ്പെടുന്ന ഈ ഭവനം എന്നേക്കും വിശുദ്ധമായി സൂക്ഷിക്കുവാനിടയാകട്ടെ. ഈ പ്രദേശത്ത് താമസിക്കുന്നവരെയും എല്ലാം കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. നല്ല അയൽവക്കാരെയും സുഹൃത്തുക്കളെയും കർത്താവെ നീ ഇവർക്ക് പ്രദാനം ചെയ്യണമേ. ഇവരുടെ ജോലികളെയും പ്രവർത്തനങ്ങളെയും എല്ലാം നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നിന്റെ കരങ്ങളിലേക്ക് ഇവരെയും ഇവരുടെ ജീവിത നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മക്കളെയും മക്കളുടെ പഠനങ്ങളും യാത്രകളും സ്കൂളുകളും എല്ലാം നിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും എല്ലാം നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് പരിശുദ്ധയമ്മേ നിന്റെ വിമല ഹൃദയത്തിന് ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ഇവരെയും ഇവരുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുവാൻ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവായ ദൈവമേ, ഈ ഭവനത്തെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഘടകം കുടുംബമാകിയാൽ പൈതൃകമായ പരിപാലനയിൽ ഇവരെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ഈ കുടുംബാംഗങ്ങളുടെ മധ്യ വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും ഭവനമാക്കണമേ. ജീവിതത്തെ എല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. മക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കാലത്തിന്റെ നാഥായി നയിക്കുകയും ഭാവികളെ മോചിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും സൃഷ്ടികളായ മനുഷ്യരെ അധികാരപ്പെടുത്തിയ കർത്താവേ, ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ ശരീരത്തെയും പൗത്രീകരിക്കുവാനുള്ള ശക്തി ജലത്തിന് പ്രദാനം ചെയ്യണമേ. ഈ ജലം വീഴുന്ന സ്ഥലം വിശുദ്ധവും നന്മ പുറപ്പെടുവിക്കുന്ന ശക്തവുമാകട്ടെ. പരിശുദ്ധാത്മാവായ ദൈവം ഈ ജലത്തിൽ ആവസിച്ച് ഇതിനെ വിശുദ്ധീകരിച്ച് പൗത്രീകരിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാക്കപ്പെടുന്ന ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ഈ ഭവനം ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമാകട്ടെ. കർത്താവായ ദൈവമേ, ഇവിടെ സ്ഥാപിതമായിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും ഈ രൂപങ്ങൾ ആശീർവദിച്ച് വിശുദ്ധീകരിക്കപ്പെടുകയും പ്രാർത്ഥനായോഗ്യമാക്കി തീർക്കുകയും ചെയ്യുന്നു. ഈ ഭവനത്തിൽ ഈ രൂപത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ ഇവരുടെ ചിന്തകളെയും വികാര വിചാരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഇവരുടെ സാന്നിധ്യം ഈ കുടുംബത്തിന് അനുഗ്രഹമായി തീരുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ.
പറയുന്നു, എന്തെന്നാൽ അവിടെ നല്ലവനാകുന്നു. എന്നെ സഹായിക്കാൻ കർത്താവുള്ളതിനാൽ ഞാൻ ആരെയും ഭയപ്പെടുകയില്ല. കർത്താവാണ് എന്റെ ബലവും ശക്തിയും, അവിടുന്ന് എനിക്ക് രക്ഷയായി തീർന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിനോട് നന്ദി പറയുന്നു, എന്തെന്നാൽ അവിടെ നല്ലവനാകുന്നു. കാരുണ്യവാനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ഈ കുടുംബം വളർന്നു വരുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് നമുക്ക് ഏൽപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീകവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിലും നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മാർഗസേ പിതാവും ഞങ്ങളുടെ പ്രതീക്ഷയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും നിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ തോമാസ് ലീഹായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ശംസികാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധയുടെ വിശുദ്ധ പിതാവിന്റെയും സകല വിശുദ്ധരുടെയും ആദ്യത്വം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.